ഇന്നലെയാണ് ക്ലാസ് മുറിയിൽ നിന്ന് വിദ്യാർത്ഥിനിക്ക് പാമ്പുകടിയേറ്റ വാർത്ത പുറത്തു വന്നത്. വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഗുരുതര വീഴ്ചയാണ്. സ്കൂൾ കെട്ടിടവും പരിസരവും കാട് മൂടിയ അവസ്ഥയിലാണ്. നെയ്യാറ്റിൻകര AEO നേരിട്ട് സ്കൂളിലെത്തി പരിശോധന നടത്തുകയും ചെയ്തു. സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലറുണ്ട്. എന്നാൽ സ്കൂൾ മാനേജ്മെന്റും അധികൃതരും എത്രത്തോളം ഇത് പാലിക്കപ്പെടുന്നുണ്ട്? കൃത്യമായി പാലിച്ചിരുന്നെങ്കിൽ ചെങ്കൽ UP സ്കൂളിൽ നടന്നതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ലായിരുന്നു. കാട് മൂടിയ കോമ്പൗണ്ട്, നടുവിൽ L ഷേപ്പിൽ ഓടിട്ട 2 കെട്ടിടം. ഇതാണ് ചെങ്കൽ UP സ്കൂൾ. സ്കൂൾ പരിസരം വൃത്തിയാക്കിയിട്ട് കാലങ്ങളായി. ഒറ്റനോട്ടത്തിൽ തന്നെ പാമ്പുകളുടെ താവളമാണ് സ്കൂളെന്ന് വ്യക്തം. വെട്ടിമാറ്റമില്ല. ആരെങ്കിലും തൊഴിലുറപ്പ് ചെയ്യണമെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പൈസ ചിലവില്ലല്ലോ. ഇതെല്ലാം കുട്ടികൾ ഇവിടെ നിൽക്കുന്ന സ്ഥലമാണ്. ഇതെല്ലാം ഈ പഞ്ചായത്തിൽ നിന്ന് തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, അവരെ വിട്ട് ഇത് കാട് പഠിച്ചാൽ മതിയല്ല. ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്നലെ നടന്ന സംഭവമാണല്ലോ. ഇന്നലെ ഇവിടെ ഒരു പ്രസിഡന്റ് വന്നിട്ടില്ല, ഒരു വൈസ് പ്രസിഡന്റ് വന്നില്ല, പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ പോലെ ഇവിടെ ഇല്ല. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇവിടെ സ്കൂൾ പിള്ളേർ ഇവിടെ നിന്നാണ് ബസ് കയറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം നമ്മളത് നോക്കണം, അത് വൃത്തിയാക്കണം, അത് പഞ്ചായത്ത് അത് മുന്നിട്ട് അതിന് നിൽക്കണം. ഇന്നലെ ഉച്ചയ്ക്കാണ് ചെങ്കൽ UP സ്കൂളിൽ ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പിന്റെ കടി വിദ്യാർത്ഥിക്കേറ്റത്. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നെയ്യാറ്റിൻകര AEO സ്ഥലം സന്ദർശിച്ചു. ചെങ്കൽ UP സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ച സംഭവിച്ചതായാണ് പ്രാഥമിക റിപ്പോർട്ട്. കാടുകളെല്ലാം ഉണ്ട്, പുറത്ത് ഈ പാമ്പിന് താമസിക്കുന്ന പോലത്തെ സ്ഥലങ്ങൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. ഇപ്പോൾ പാമ്പ് കടിയേറ്റത് അവർ പഠിപ്പിക്കാത്ത, അവർ ക്ലാസ് അല്ലാത്ത ക്ലാസ്സിലാണ് അത് ഉണ്ടായത്. ക്ലാസ് റൂമുകൾക്കും ശൗചാലയങ്ങൾക്കും വേണ്ടത്ര സുരക്ഷിതത്വമില്ല എന്നും കണ്ടെത്തി. 12 വയസ്സുകാരി നേഹയ്ക്കാണ് ഇന്നലെ പാമ്പിന്റെ കടിയേറ്റത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ ക്ലാസ് മുറിയിൽ വെച്ചായിരുന്നു കടിയേറ്റത്. സ്കൂളുകൾ അനുവദിച്ചാൽ മാത്രം പോരാ, കൃത്യമായി ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുകയും ചെയ്യണം. കുട്ടികളുടെ ജീവനാണ്, അത് ഓർമ്മ വേണം. VS മനീഷിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.